ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ തണുത്ത കാലാവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ അലർജിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടും. അതിന് കാരണം ഈ തണുപ്പ് അല്ലെങ്കിൽ കോൾഡ് ക്ലൈമറ്റ് ഈ കംപ്ലൈൻറ്റുകളെല്ലാം കൂട്ടും. അതിന് നമ്മൾ പലപ്പോഴും ഓടിപ്പോയി അലോപ്പതി കാണിക്കും. ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമ്പോൾ പെട്ടെന്ന് കുറയും, 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും. അവർക്കൊരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെഡിസിൻസ് കൊടുത്തത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സൈനസൈറ്റിസ് ആണെങ്കിലും ഇൻഫ്ലമേഷൻ ഓഫ് സൈനസാണ് സൈനസൈറ്റിസ്. നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ ചെസ്റ്റിന് മുകളിലോട്ട് ഉള്ള ലക്ഷണങ്ങൾ മാത്രമേ അവർക്ക് കാണത്തുള്ളൂ. താഴോട്ടൊരു പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഒന്നും കാണില്ല. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേസൽ ഒബ്സ്ട്രക്ഷൻ വരാം, അല്ലെങ്കിൽ നേസൽ ഡിസ്ചാർജ് വരാം, മൂക്കിൽ നിന്ന് മൂക്കടയും, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ഡിസ്ചാർജ് കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തുമ്മലായിട്ടോ, അല്ലെങ്കിൽ ത്രോട്ടിൽ ഇൻഫെക്ഷനായിട്ടോ, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനായിട്ടോ, അല്ലെങ്കിൽ ചിലർക്ക് ചൊറിച്ചിലായിട്ടോ, ചിലർക്ക് തലവേദനയായിട്ടും, ചിലർക്ക് ചെവി ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടും ഒക്കെ വരാം. ത്രോട്ടിൽ ഇൻഫെക്ഷനായിട്ട്, തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളായിട്ട് വരാം, ചിലപ്പോൾ ചെസ്റ്റിന് പ്രശ്നങ്ങളായിട്ടൊക്കെ വരും, ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഇതെല്ലാം തന്നെ കോൾഡ് ക്ലൈമറ്റിൽ അഗ്രിവേറ്റ് ചെയ്യും. കോൾഡ് ക്ലൈമറ്റിൽ ഇത് കൂടും. സാധാരണ ഈ സമയം എന്ന് പറയുമ്പോൾ പൊതുവെ തണുപ്പാണ്. ഈ സമയത്ത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും. ഈ അലർജിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ ഒരു 4-5 വയസ്സിനകം വരുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പ്രോപ്പർ മെഡിസിനിലൂടെ റിക്കവർ ചെയ്ത് നോർമലാക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. അതേ സമയം ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോർമലാക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പ്രത്യേകമായിട്ട് ഈ 8, 9, 10 അതിൽ 10ാം ക്ലാസ് ആകുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരുപാട് സ്ട്രെയിൻ എടുക്കും. അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരും. പഠിക്കാൻ ഒരുപാട് സമയം നേരത്തെ എഴുന്നേക്കാൻ നോക്കും, താമസിച്ച് കിടക്കാൻ നോക്കും. പിന്നെ മെൻ്റലി സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരും. അപ്പോൾ ഇവർക്ക് പഠിത്തത്തിലൊക്കെ വളരെ വീക്കാവും. ഇവർക്ക് ഭയങ്കര ദേഷ്യവും ഇറിറ്റബിലിറ്റിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഭയങ്കര ദേഷ്യം, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവങ്ങളൊന്നും കാണിക്കില്ല. ഇതെല്ലാം തന്നെ കാണിക്കും ഈ കുട്ടികളാണെങ്കിൽ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് ആകുമ്പോൾ ഓടി വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിലൊന്നും മാറില്ല. കൊച്ചിലെ തന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയാൽ പെട്ടെന്ന് മാറും. അതാണ് ഈ ഒരു അസുഖത്തിൻ്റെ തന്നെ പ്രത്യേകത. ഈ നേസൽ പാസ്, ഈ നേസൽ പൊളിപ്പോ നേസൽ ഒബ്സ്ട്രക്ഷനോ ആയിരിക്കും മിക്ക കേസുകളിൽ വരുന്നത്. ടോൺസിലൈറ്റിസ്, ത്രോട്ടിൽ ഇൻഫെക്ഷൻസ് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടും ഈ കംപ്ലൈൻറ്റുകൾ, ഈ തണുത്ത കാലത്ത് കംപ്ലൈൻറ്റുകൾ ഒരുപാട് വരാറുണ്ട്. പിന്നെ ഇതിലൊന്നും പെടാത്ത ഒരു അഡിനോയിഡ് എന്ന് പറഞ്ഞൊരു കേസ്, അത് ഈ മെൻ്റലി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടും തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടും നേസൽ ഒബ്സ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വരുന്നൊരു കേസാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഹോമിയോപ്പതി, കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അത് കൊടുത്ത് കൃത്യമായിട്ട് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്താലൊക്കെ മാറും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ തണുത്ത ക്ലൈമറ്റിൽ കൂടും. നിങ്ങൾ ഓടിപ്പോയി അലോപ്പതി മെഡിസിൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ കുറയത്തില്ല. കുറഞ്ഞാൽ തന്നെ വീണ്ടും വരും ചാൻസ് ഉണ്ടാവും. ആ കുട്ടികളെ ഒരു 10ാം ക്ലാസ് ഏജിന് മുൻപേ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോർമലാക്കിക്കോണം. അല്ലെങ്കിൽ ആ 10ാം ക്ലാസ് ഏജ് ആകുമ്പോൾ അവർ പഠനത്തിലൊക്കെ വൈകല്യം കാണിക്കും, വീക്കാവും. അവർ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഫിസിക്കലി നല്ല ഹെൽത്തായിരിക്കില്ല. അതുപോലെ തന്നെ മെൻ്റലി ഭയങ്കര ഇറിറ്റബിലിറ്റിയും ദേഷ്യങ്ങളും ഉണ്ടായിരിക്കും അവർക്ക്. അതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. സൈനസൈറ്റിസും അതിൻ്റെ
അല്ല അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു ബ്രീഫ് ഐഡിയാസ് പിന്നെ തരാം. ഹോമിയോപ്പതിക് മെഡിസിനിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എന്താണ് സംഭവം എന്ന് ഡയഗ്നോസ് ചെയ്യുക. ടോൺസിലൈറ്റിസ് ആണ് ടോൺസിലൈറ്റിസ്, സൈനസൈറ്റിസ് നേസൽ ഒബ്സ്ട്രക്ഷൻ, നേസൽ പോളിപ്പാണെങ്കിൽ നേസൽ പോളിപ്പ്, അല്ലെങ്കിൽ അപ്പർ ഇൻഫെക്ഷൻ ചെസ്റ്റ് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങളാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇയറുമായിട്ട് ത്രോട്ടുമായിട്ട് ഇൻഫെക്ഷനായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത്, അങ്ങനെയുള്ള കേസും ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിലുള്ള സ്പെസിഫിക് മെഡിസിനിലോട്ട് പോവുക, അത് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ നേസൽ പാസേജ് ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ നേസൽ പാസേജ് ഒബ്സ്ട്രക്ഷൻ മാറ്റുന്ന പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കൊടുത്താൽ നേസൽ പാസേജ് ഒബ്സ്ട്രക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്റ്റേബിൾ ആവും. ചിലപ്പോൾ അതിനൊരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇത്ര 1.5 മാസം 2 മാസമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല പ്രോഗ്രസ് ആവും. അല്ലെ അവർ വലുതാവുന്നതനുസരിച്ച് അവരെപ്പോഴും ഇറിറ്റബിൾ ആകും. അവർ എന്ത് ജോലി ചെയ്താലും അവർക്ക് ഇതൊരു, നമ്മൾ സാധാരണ നോക്കുമ്പോൾ അവർ ഒരിക്കലും ഒരു ഹെൽത്തി കണ്ടീഷൻ നിൽക്കില്ല. എപ്പോഴും ഒരു അസുഖക്കാരനെ കണക്ക് എപ്പോഴും അവരെ കാണും. അതാണ് അവരുടെ ഏറ്റവും പ്രത്യേകത. ഇതൊരു കോമൺ അസുഖമാണ്. അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാകും.